ഞാനെന്താണ് ഈ ഏത്തപ്പഴം പിടിച്ച് നിൽക്കുന്നതെന്നല്ലേ സ്കൂൾ വിട്ട് വരുന്ന മുമ്പ് ഏത്തപ്പഴവും മുട്ടയൊക്കെ അവിച്ച് റെഡിയാക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇതൊന്ന് തണുക്കണമല്ലോ, ഇത് റെഡിയാക്കി വെച്ചിട്ട് മോനെ വിളിക്കാൻ പോകും. അപ്പോഴേക്കും ഇത് തണുത്തിരിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. അവന് വലിയ താല്പര്യമൊന്നുമില്ല ഏത്തപ്പഴം മുട്ട അവിച്ചൊക്കെ കഴിക്കാനായിട്ട്. എങ്കിലും ഞാൻ ഹെൽത്തി ഫുഡല്ലേ, വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ കൊടുക്കണമല്ലോ. അങ്ങനെ ദേ അവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുട്ട നോക്കിയപ്പോൾ 2 മുട്ട ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ലിസ്റ്റിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട് തീർന്ന സാധനങ്ങളുടെ. ഒരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്, ഒന്ന് മാറ്റിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് ഏത്തപ്പഴവും മുട്ടയൊക്കെ അവിച്ച് കഴിഞ്ഞ് ഇനി അത് മാറ്റി വെക്കുകയാണ് കേട്ടോ. പിന്നെ കിട്ടിയ നേരം കൊണ്ട് പപ്പടം കാച്ചി എടുക്കാമെന്ന് കരുതി. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ മറന്ന് നിന്നാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ എന്താ വിലയല്ലേ. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോളൂ കേട്ടോ. എന്നിട്ട് വിചാരിച്ചു അതിൻ്റെ ബാലൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് വേറെ വല്ല കറിക്കും കൂടെ ചേർക്കാമല്ലോ എന്ന് കരുതി. പക്ഷേ ഞാൻ കണ്ട പച്ചവെള്ളത്തിൽ പപ്പടം കാച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ഫുൾ എണ്ണ ഉപയോഗിച്ചിട്ട് അത്രയും പപ്പടം ഞാൻ പൊരിച്ചെടുത്ത് കേട്ടോ. കിട്ടിയ അവസരത്തിൽ ഒരെണ്ണം കൂടെ കഴിക്കുകയും കൂടെ ചെയ്തു. അപ്പോൾ പപ്പടത്തിൻ്റെ ചൂടൊക്കെ ഒരുവിധം ഒന്ന് മാറി കിട്ടിയപ്പോൾ ടിന്നിലിട്ട് അടച്ചങ്ങ് വെച്ച് കേട്ടോ. അപ്പോൾ പണി തീർന്നിട്ടില്ല, ബാക്കിയുണ്ടായിരുന്ന പാത്രങ്ങളൂടെ കഴുകി. പിന്നെ ചായയും കൂടെ ഇട്ട് വെക്കാമല്ലോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ എൻ്റെ ജോലി തീരുമല്ലോ. നേരെ മോനെ വിളിക്കാൻ പോവാം. അപ്പോൾ ചായക്ക് തേയില ടീ ബാഗ് ആയിരുന്നത് കൊണ്ട് ഞാൻ ടീ ബാഗ് നേരിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്ര കടുപ്പം കിട്ടാത്തതുകൊണ്ട് ഞാൻ പൊട്ടിച്ചിട്ട് കേട്ടോ. പിന്നെ ഒരു തുള്ളി പോലും കളയല്ലേ കടുപ്പമെന്ന് കരുതിയിട്ട് ഞെക്കി പിഴിഞ്ഞൊക്കെ എടുത്ത് ചായ ഇട്ട് അടച്ച് വെച്ചിട്ട് ഞാൻ റെഡിയായി പോകുന്നു. മോനെ വിളിക്കാൻ പോയി കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് 5-10 മിനിറ്റ് കാത്തിരുന്നിട്ട് അവനെയും വിളിച്ച് തിരിച്ച് വീട്ടിൽ വന്നപ്പം കിടക്കണം. വന്ന ഉടനെ ഏത്തപ്പഴം കണ്ട ഉടനെ പറഞ്ഞു, ഇന്ന് ഏത്തപ്പഴമാണോ എന്ന്. അവൻ അത്രയ്ക്ക് പിടിച്ചിട്ടില്ല. എന്നാലും ഞാനോട് വഴക്കൊക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയും കുടിച്ചു. അങ്ങനെ ഒരു ഈവനിങ് അങ്ങനെ കടന്നുപോയി. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.